ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. അങ്ങനെ നമ്മൾ വീണ്ടും ഹെബ്രിയിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ്. ഹെബ്രി ടു കുന്താപ്പുഴ അങ്ങനെ പോവാണ്. കുന്താപ്പുഴ ദാറ്റ് ഈസ് ടുവേർഡ്സ് മൂകാംബിക സൈഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര അവസാനിക്കാൻ പോകുന്നത് കുന്താപ്പൂരിലായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഹെബ്രി മെയിൻ ടൗൺഷിപ്പ് വിട്ടു. അതൊരു വലിയ പട്ടണമെന്നൊന്നും പറയാനില്ല, ഭയങ്കര സംഭവമില്ല, എന്നാലും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ചെറിയൊരു രസകരമായൊരു സ്പേസാണത്. ഓക്കെ, ഹെബ്രി വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. കൊറിയർ റോട്ടി കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. പ്രൊഡക്ഷൻ അത് അവർക്ക് ഭയങ്കര പേടി. മാത്രമല്ല അവർ പറയുന്നത് ഈ ദൂരെ നിന്ന് വന്ന ആൾക്കാരെ എടുത്തിട്ട് എന്താ കാര്യം, അവർക്ക് എന്താ ഗുണം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, എനിവേ നമ്മളിങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തമിഴ്നാടുമായിട്ട് എനിക്ക് ചിലപ്പോൾ കമ്പയർ ചെയ്യാൻ തോന്നുന്നു. അവർ ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയുടെ അങ്ങേയറ്റത്തെ ആൾക്കാരാണ്. തമിഴ്നാട്, കർണാടകയും നല്ലത് തന്നെയാണ്, പക്ഷേ അവർ കഴിഞ്ഞ പക്ഷേ ഉടുപ്പി മാംഗ്ലൂർ സൈഡൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. ഇവിടെ കുറച്ച് റിമോട്ടായിട്ടുള്ള സ്ഥലമാണ്, അപ്പോൾ അത്രയ്ക്ക് പരിചയമില്ലല്ലോ അവർക്കൊന്നും. പിന്നെ ലാംഗ്വേജ് ഒരു വലിയൊരു ഹേർഡിലാണ്. പക്ഷെ നമ്മുടെ വാഹനം ഓടിക്കുന്ന ആൾ പുള്ളിക്കാരൻ ഇവിടുത്തെ മാംഗ്ലൂർ ഉടുപ്പി സൈഡിലുള്ള ആളാണ്. നന്നായിട്ട് കന്നഡ പറയും. ഇവിടെ കന്നഡ, തുളു ഭാഷ എല്ലാമാണ് മാറി മാറി ആൾക്കാർ. പല ആൾക്കാരും പല ഇതാണ്, അവരുടെ കമ്മ്യൂണിറ്റി അനുസരിച്ച് അവരുടെ ലാംഗ്വേജ് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ കുന്താപ്പൂരിലേക്ക് പോകാം. പോകുന്ന വഴിയിലെ വിശേഷങ്ങളും ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ ഹാലാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഹാലാടിയിലെ ഗുരു ക്യാൻറ്റീൻ ഇച്ചിരി ഫേമസ് ആണ് കേട്ടോ. ഇവിടെ മസാല ദോശ, ഭയങ്കര ബെന്നെ ദോശ, വെരി ഫേമസ്. പല വെറൈറ്റി ദോശാസാണ്. ഇപ്പോൾ ജസ്റ്റ് തുറന്നതേ ഉള്ളൂ. ഞാനിങ്ങനെ ഇതുവഴി നമ്മൾ പാസ് ചെയ്തപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നൊരു ഷോപ്പാണ്. അപ്പോൾ ഒരു മസാല ദോശ കഴിച്ചിട്ട് പോകും. ബെന്നെ, യെസ്, ബെന്നെ മസാല ദോശ. ബെന്നെ മീൻസ് ബെന്നെ ഈസ് വെണ്ണ. അതിങ്ങനെ മെൽറ്റ് ചെയ്ത്, ഇത് നമ്മൾ മൈസൂറൊക്കെ പോകുമ്പോൾ ബാംഗ്ലൂർ ഇവിടെയൊക്കെ ഇപ്പോൾ ഇത് വളരെ ഫേമസ് ആണല്ലോ ബെന്നെ. ഇത് ഇവിടുത്തെ പഴയ കട. ഇവർക്ക് പണ്ട് തൊട്ടേ ഉള്ള കാര്യമാണ് ഈ ബെന്നെ മസാല ദോശ. അകത്തിങ്ങനെ ഒരു മസാല പേസ്റ്റ് പുരട്ടിയിട്ടാണ് അതിൻ്റെ മേളിലാണ് മസാല വയ്ക്കുന്നത്. ഒരു ചട്നി പോലെ വെച്ചിട്ട് കാണുന്നുണ്ടല്ലോ. വാവ്, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ. എൻ്റെ പൊന്നു, എന്താ ഇത്. ആ ചൂട് ദോശയുടെ മുകളിൽ ബെന്നെ ഓർ വെണ്ണ എന്നിങ്ങനെ ഇട്ടിട്ട്, യെസ്, ഇങ്ങനെയാണ് അകത്തെ പരിപാടി. അതിൻ്റെ ചട്നി, സൂപ്പർ. ദോശയ്ക്ക് പുളിയൊന്നുമില്ല കേട്ടോ, ഭയങ്കര ചെറിയൊരു സ്വീറ്റ്നെസ്സാണ്. ദ ഓജി ബെന്നെ മസാല ദോശ ഫ്രം ഹാലാടി. ഹെബ്രി ടു കുന്താപ്പൂർ റൂട്ടിലാണ് ഈ ഹാലാടി. ഓജി എന്ന് പറഞ്ഞാൽ മനസ്സിലായത് ഒറിജിനൽ, അങ്ങനെ എൻ്റെ ഇപ്പോൾ പറയുന്നത് ഓജി. ഇപ്പോൾ പല ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ, പല 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 ആൾക്കാർ ചെയ്യുന്നുണ്ട് ബെന്നെ മസാല ദോശ. മൈസൂരിലൊക്കെ പോയാലും കിട്ടും കുറേ ഓജീസ്. പക്ഷേ ഇവിടെ ഇത് ഒറിജിനൽ. ഇത് എത്ര വർഷം പഴക്കമുള്ള റെസ്റ്റോറൻറ്റ്, അന്ന് തൊട്ടുള്ളതാണ് ഇവരുടെ ഈ ഒരു ഫേമസ് ബെന്നെ ദോശ, ബെന്നെ മസാല ദോശ. ഞാനിവിടെ ഒരു 3:15 എൻ്റെ ഫ്രണ്ട്, 3:15 3:20 കഴിഞ്ഞപ്പോൾ എത്തി. ഒരു 8 മിനിറ്റ് വെയിറ്റ് ചെയ്തു പുറത്ത്. കറക്റ്റ് 3:30 ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. 3:30 ഓപ്പണായി നമ്മൾ കയറിയപ്പോൾ രണ്ടുപേരും ഓൾറെഡി അതിന് ഞങ്ങളുടെ കൂടെ വന്നു. അത് കഴിഞ്ഞ് നോക്കി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ആൾക്കാർ. ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ തന്നെ ഒരു 10-20 പേര് ഇവിടെ എത്തിക്കഴിഞ്ഞു. ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് ഇവിടെ. ഇതൊന്ന് ഓപ്പണായിട്ട് ബെന്നെ മസാല ദോശയും ഫിൽറ്റർ കോഫിയും കുടിക്കുക. ഇവിടുത്തെ ഫിൽറ്റർ കോഫിയും ഭയങ്കര സ്പെഷ്യൽ. താങ്ക് യു. നമ്മുടെ സാരഥിയാണ് അദ്ദേഹം, ഇവിടെ സർവീസ് തുടങ്ങി. ഇവിടുത്തെ തിരക്ക് കാരണം നമ്മളെ സഹായിക്കുമോ. ഇത് സെൽഫ് സർവീസാണ് ഇവിടുത്തെ കൗണ്ടർ. നമ്മൾ പോയി എടുക്കേണ്ടി വരണം. ദോശ കഴിച്ചു കഴിഞ്ഞു. ഓ ഹെവൻ. ആൻഡ് ഫിൽറ്റർ കോഫി, ചൂട് ചൂട്. കോമ്പിനേഷൻ അടിപൊളി. അപ്പോൾ ഇനി കോഫിയും കൂടി കുടിച്ചിട്ട് പൈസ കൊടുത്തിട്ടാണ്. ഓക്കെ, വീണ്ടും വീണ്ടും ആൾക്കാരിങ്ങനെ ഫാമിലി ക്രൗഡ്, യങ്സ്റ്റേഴ്സ്. ഇത് ഇവിടുത്തെ കാറുകളുടെ നിര നോക്കി. ഇവിടെ ആൾക്കാരിങ്ങനെ വന്ന് നിറയാണ്. 1/2 മണിക്കൂർ പോലും ഇല്ല കേട്ടോ ഷോപ്പ് വൈകുന്നേരത്തെ ഓപ്പണിംഗ് ആയിട്ട്. രാവിലെ ഉണ്ടാവും, പിന്നെ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ്സ് എ വെരി സ്മോൾ ഷോപ്പ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഓജി ബെന്നെ മസാല ദോശ. ഇതിന് വെറും 70 രൂപയെ വാങ്ങിക്കുന്നുള്ളവർ.
70 റുപ്പീസ്. എന്തുമാത്രം വെണ്ണയാണെന്നറിയാമോ അതിനകത്ത് ചേർക്കുന്നത്, എങ്ങനെയാണെന്നറിയില്ല. ഇത് പണ്ട് തൊട്ടേ ഉള്ള ഷോപ്പാണ്. 70, only 70. നമുക്ക് 360 റുപ്പീസേ ആയുള്ളൂ. 4 കോഫി, 4 വെണ്ണ, മസാല ദോശ അല്ലാതെ. ഓക്കെ, അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോവാണ്. ഓക്കെ, ഈ സ്ഥലത്ത് നിന്നും ഇനിയും കുറച്ച് കുന്താപ്പൂർ റൂട്ടിലേക്കാണ്. നമ്മുടെ ഈ റൂട്ട് എന്ന് പറയുന്നത് കുറച്ചൊരു വനപ്രദേശത്തൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം തന്നെ കുറച്ച് ഫോറസ്റ്റ് റേഞ്ചാണ്. ദിസ് ഈസ് പ്രീ ടു കുന്താപ്പൂർ റൂട്ട്. അതാണ് ഈ ഒരു ഫോറസ്റ്റ് റൂട്ട് പോലെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ടൗൺഷിപ്പ് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകും. ചെറിയ വില്ലേജ് ടൈപ്പ് സ്ഥലങ്ങളും ഒക്കെ കാണാം. കഠിനമായ വഴികളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മൗണ്ടൻ ടോപ്പിലേക്ക് പോവുകയാണ്. കാട്ടിനകത്ത് കൂടി സഞ്ചരിച്ച് റോഡൊക്കെ വളരെ മോശമാണ്. ടാറൊന്നുമില്ല, ചെമ്മൺ പാതയാണ്. മൂടുകല്ലൂർ ശ്രീ കേശവനന്ദേശ്വര ടെമ്പിളിലേക്കുള്ള റൂട്ടാണ്. വനത്തിനകത്ത് കൂടി ഇങ്ങനെ സഞ്ചരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മൂകാംബിക ഫോറസ്റ്റ് റേഞ്ചിലൂടെയാണ്. ഇത് വലിയ നിബിഡമായ വനം തന്നെയാണ്. അതിനകത്ത് കൂടിയുള്ള ഈ ചെമ്മൺ റോഡിലൂടെ പോകുന്നു. ഇതിങ്ങനെ പോയി കുറച്ചൊരു ഹൈറ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടെമ്പിള്, ദ കേപ്പ് ടെമ്പിൾ ഇസ് ഇൻസൈഡ് ഈ ഒരു ഫോറസ്റ്റിൻ്റെ അകത്താണ്. അപ്പോൾ മഴക്കാലത്ത് ഈ ഭാഗത്തേക്ക് വരാണ്ടിരിക്കുന്നതാണ് നല്ലത്. നല്ല മഴയാണെങ്കിൽ ഈ ചെമ്മൺ, ഈ എന്താ പറയുക, മൺ വഴികളെല്ലാം, ചെമ്മൺ പാതയെല്ലാം ഇങ്ങനെ കുറേ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ, മഴവെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ വാഹനം ബുദ്ധിമുട്ടായിരിക്കും കൊണ്ടുപോകാൻ. ആ കാടിനകത്ത് കൂടി സഞ്ചരിച്ച് ഇപ്പം നിരപ്പായൊരു ഭാഗത്തേക്ക് എത്തി. പക്ഷേ ചുറ്റും കാട് തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് കുറച്ച് പ്ലെയിൻ ലാൻഡ്, ലെവൽ ലാൻഡ്. പക്ഷെ റോഡ് കുറച്ച് കുലുക്കം തന്നെയാണ്. ചെമ്മൺ പാത തന്നെയാണ്. ഒരു കാറ് നേരത്തെ നമുക്ക് മുന്നേ പോയി, 2-3 കാർ ഇങ്ങോട്ട് വന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ബൈക്കേഴ്സ്. പിന്നെ പല ലാൻഡ്സ്കേപ്പിലൂടെ പോവാണ് വനത്തിനകത്തൂടെ സഞ്ചരിച്ച്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നോക്ക്, തെങ്ങും തോപ്പ്, വയൽ, ഈ കാടും കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ എത്തി. ഓൾമോസ്റ്റ് പെട്ടെന്ന് ലാൻഡ്സ്കേപ്പ് മാറുകയാണ്. ആ താഴേക്ക് നോക്കുമ്പോൾ അവിടെ വയൽ, തെങ്ങെല്ലാം കാണുന്നത്. നമ്മൾ കാട്ടിനകത്തൂടെ വന്ന് ഇവിടെ എത്തി. ഇവിടെ കുറേ ട്രാവലർ വാഹനങ്ങളൊക്കെ കിടക്കുന്നു, ആൾക്കാർ. ശ്രീ കേശവാനന്ദേശ്വര ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തി. ഭയങ്കര ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്പിലൂടെയാണ് നമ്മൾ വന്നത്. വലിയ വനത്തിലൂടെ മൂകാംബിക റിസർവ് ഫോറസ്റ്റ് റേഞ്ച് വഴി പിന്നെ ഇങ്ങോട്ട് വന്നു. പിന്നെ കുറച്ച് നിരപ്പായ പാറ പോലെ, ഇതെല്ലാം വെട്ടുകല്ലിൻ്റെ ടൈപ്പ് സ്ഥലങ്ങളാണ്. ഇതെല്ലാം അങ്ങോട്ടാണെന്ന് തോന്നുന്നു. അവിടെയാണ് കേവ് കാണുന്നത്. കൂടുതലും വെട്ടുകല്ലാണ്, ഈ അങ്ങനത്തെ ടെറൈനാണ്. ഇവിടുത്തെ മണ്ണ്, അതായത് ഈ പാറ കട്ട് ചെയ്താൽ ഈ വെട്ടുകല്ലിൻ്റെ ബ്ലോക്സ് ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ, അതാണ് ഇവിടുത്തെ ടെക്സ്ചർ. ഏകദേശം നമ്മൾ ആ കേപ്പ് ടെമ്പിളിൻ്റെ ഭാഗത്ത് എത്ര, ഇത് നോക്കിയാൽ വെട്ടുകല്ലിൽ മീനിൻ്റെ ആകൃതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ആ ഗുഹാക്ഷേത്രം. അങ്ങോട്ട് പോകാം. ഒരു സെറൈൻ അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കേപ്പ് ടെമ്പിൾ തുടങ്ങുകയാണ്. ഇപ്പോൾ ഇത് വെള്ളം ഇത്രയേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ വെള്ളത്തിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ വാട്ടർ ലെവൽ എപ്പോഴും ഉണ്ടാവും, മഴ ഉണ്ടെങ്കിലും മഴയില്ലെങ്കിലും. ഇതൊരു നാച്ചുറൽ കേവാണ്, നാച്ചുറൽ വാട്ടർ സോഴ്സാണിത്. ഇതാണ് മൂടുകല്ലൂർ ശ്രീ കേശവാനന്ദേശ്വര ടെമ്പിൾ. യുണീക്കായിട്ടുള്ളൊരു കേവ് ഷ്രൈനാണ് ഇത്. വെറും ഒരു പ്ലേസ് ഓഫ് വർഷിപ്പ് മാത്രമല്ല, ഇത് എംപോഡിമെൻറ്റ് ഓഫ് നേച്ചേഴ്സ് വണ്ടേഴ്സ് കമ്പൈൻഡ് വിത്ത് സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ആണ്. ഇത് സ്പിരിച്വാലിറ്റി, നമ്മുടെ സ്പിരിച്വൽ കാര്യങ്ങളും നേച്ചറും കൂടി ഒന്നിച്ച് വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. നല്ല സ്പിരിച്വൽ സൊളേസ് കിട്ടുന്ന ഒരു അനുഭവമായിരിക്കും അങ്ങോട്ട് പോകും. സാങ്ക്ടോറി ഈ കേവിൻ്റെ അകത്താണ്. ഏതാണ്ട് മുട്ട് വരെയുള്ള വെള്ളം താണ്ടി അങ്ങോട്ട് പോകണം. കുറേ മീനുകളൊക്കെ ഉണ്ടെന്ന് പറയണേ. ഈവൻ വാട്ടർ സ്നേക്സും കാണാം. നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ എത്ര ഡെപ്ത് എന്ന്. ഓക്കെ, ഇപ്പം എൻ്റെ മുട്ട് വരെ ആയി വരുന്നു വെള്ളം. ഇവിടെ നന്ദി, ശിവഭഗവാനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നന്ദിയുടെ ചെവിയിൽ പറഞ്ഞാലും മതി കേട്ടോ. ഇത് സ്വയംഭൂ ആയിട്ടുള്ള ശിവലിംഗമാണെന്നാണ് വിശ്വസിക്കുന്നത്.
കാശിയിലേക്കുള്ള യാത്രാമധ്യേ ശിവഭഗവാൻ ഇവിടെ ഇതേ സ്ഥലത്ത് വന്നിട്ടുണ്ട് എന്നാണ്, ഈ സ്പോട്ടിൽ വന്നിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഈ വെള്ളം എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടാകും. जन्म नक्षत्र जन्म राशो जात विनय नामदे लक्ष्मी नाम नक्षत्र सकुटुंबस्य समस्त ग्रह पीड़ा प्रयार्थम मंगलार्तिगले कंठाशोहागच्छमोदरा नीलग्रीवादिकंठा देवं रुद्राव पशुकाय वस्त्रेरुद्ररा नीलग्रीवादिलोहिताय भूषणामधिपतये मुक्तमे स्वास्थमे ज्योतिष्मे मंगल नीराजनं समर्पयामि. मंगलार्ति रुद्राभिषेकम्. ഇങ്ങനെ ചുറ്റണം. ഓക്കെ, ഇങ്ങനെ आरोग्यम देहि में परमेश्वर चक्षुने ज्ञान मार्गस्थल गोरे ಒಳಗಡೆ. Show the ticket outside. They will give prasad. Lord bless you. It is a Lord Shiva took meditation here inside this cave. While he was taking meditation, Ganga poured water on him and coming out from the cave. We should not go to that cave. There's a cave during inside? This Kali Yuga. Okay. Should not disturb the meditation of Lord Shiva and do not spoil the sanctity of that place. Okay. That inside there is a Lord Shiva established there only by making meditation. In Kali Yuga we should not go to that place because not to disturb. That's why Lord Shiva come out as Kudgavaliman for the benefit of his devotees. And he offered, whoever touches me there, I will give the same benefit whoever worships. So we have to touch the... You should touch and pray whatever your problems, wishes or anything. You can pray there and Lord will fulfill it immediately. He only promised us. Go there, touch them and take it. God bless you. I am from Kerala. God bless. ഇവിടെ ഒരു ശൂലം ഉണ്ടല്ലോ, തൃശൂലം. അതിൻ്റെ അവിടെ താഴെ നമ്മൾ ആ വെള്ളത്തിലേക്ക് കൈവച്ചിട്ട് ഏറ്റവും താഴെ പ്രസ് ചെയ്ത് പ്രാർത്ഥിക്കണം. അത് ഇമ്മീഡിയറ്റ്ലി ഭഗവാൻ നടത്തി തരുമെന്നാണ് പറയുന്നത്. ആവശ്യം എന്താണെന്ന് വെച്ചാൽ, കാര്യം അകത്ത് പോയി ഈ ഒരു ബോർഡർ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പുറത്തേക്കാണ് ശിവഭഗവാൻ ഈ കേവിനകത്താണ് തപസ് ചെയ്ത് ഗംഗാദേവി ജലമായിട്ട് അവിടെ വരികയും, അപ്പോൾ അത്രയും ഭാഗം കലിയുഗമായതുകൊണ്ട് നമുക്ക് ക്രോസ് ചെയ്ത് വിടാം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ പോയി പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ പ്രാർത്ഥിച്ചു, ചന്ദനമൊക്കെ കിട്ടി. ഭസ്മമാണ് കേട്ടോ കിട്ടുന്നത്, ഇങ്ങനെ കുഴച്ച് വെച്ചിരിക്കും. ഭയങ്കര ഒരു മിസ്റ്റിക്കൽ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അതായത് ഐതിഹ്യവും നേച്ചറും എല്ലാം ഇങ്ങനെ കൂടിക്കലർന്ന് കിടക്കുന്ന ഒരു അനുഭവം. രുദ്രപൂജയ്ക്ക് 250 രൂപയുടെ രസീത് കൊടുത്ത് അവിടെ പൂജിച്ചു. ഇനി ബാക്കി പ്രസാദം ഇവിടെ നിന്ന് കിട്ടും. ഭസ്മം ഇങ്ങനെ കുഴച്ച് വെച്ചിരുന്നു, അതെല്ലാം പുരട്ടി പ്രാർത്ഥിച്ചു. ആ തൃശൂലം വെച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മളിങ്ങനെ കൈ താഴെ മുക്കിയിട്ട് നമ്മുടെ ആഗ്രഹം എന്താണോ ഭഗവാനോട് പറയുക, അത് പെട്ടെന്ന് തന്നെ സാധിച്ചു തരുന്നത്. ഭഗവാനെ വളരെ ഡിഫറെൻ്റായിട്ടുള്ളൊരു അനുഭവമാണിത്. അപ്പോൾ വരേണ്ട സ്ഥലമാണ് കേട്ടോ വിശ്വാസികൾ. അങ്ങനെ മൂടുകല്ലു ശ്രീ കേശവാനന്ദേശ്വര ടെമ്പിൾ, കേവ് ടെമ്പിളിൻ്റെ അകത്ത് നിന്ന് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി. താങ്ക് യു.
ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ വനത്തിലൂടെ സഞ്ചരിച്ച് കഠിനമായ പാതയിലൂടെ വാഹനമൊക്കെ കൊണ്ടുവന്ന് എത്തിക്കഴിയുമ്പോൾ ഇത് 7 മണി വരെ ഓപ്പൺ ആണെന്നാണ് ഇതിൽ കാണുന്നത്. നമ്മൾ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരണമെന്നറിയാം. പ്രസാദവും കിട്ടി. രുദ്രപൂജ ചെയ്തതിൻ്റെയാണ്. പനിനീരും അവല പഴം ഭസ്മം, ഭഗവാന്റെ ഭസ്മം, പനിനീർ, പഴം, അവല. ശിവഭഗവാൻ ഈ കേവിനകത്ത് തപസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കേവിൻ്റെ നമ്മൾ കാണുന്ന പ്രതിഷ്ഠയിരിക്കുന്ന സ്വയംഭൂ ശിവലിംഗത്തിൻ്റെ ബാക്കിലേക്ക് ആ കേവ് കുറച്ചുകൂടെ വലുത് അകത്തോട്ടുമുണ്ട്. ഒരു 50 ഫീറ്റ് വിഡ്ത്താണിത് അകത്തേക്ക്. ആ വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് പോകരുത് കലിയുഗത്തിൽ എന്നാണ് പറയുന്നത്. അദ്ദേഹം പ്രൊട്ടക്റ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗംഗാ നദി ഇങ്ങനെ അദ്ദേഹം ഇവിടെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഇങ്ങനെ തലയിലൂടെ ഒഴുകി ഇങ്ങനെ, ഗംഗ തലയിലാണല്ലോ അദ്ദേഹത്തിൻ്റെ, അപ്പോൾ ഇങ്ങനെ അവിടെ പ്രസാദിച്ച് അവിടെ ഇങ്ങനെ ഒഴുകി ഈ വെള്ളം ഇങ്ങനെ ഒരു തടാകം പോലെ ആയി എന്നാണ് ഐതിഹ്യം. അപ്പോൾ ഇത് ഉടുപ്പിയിൽ വരുന്നവർക്ക് ഒരു 75 കിലോമീറ്റേഴ്സ് സഞ്ചരിക്കണം. അതല്ല നമ്മൾ കുന്താപ്പൂരിലൊക്കെ എത്തുകയാണെങ്കിൽ ഒരു 35 to 40 കിലോമീറ്റേഴ്സ് അവിടെ നിന്ന് ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. ഞാനിപ്പോൾ വന്നത് ഹെബ്രി വഴിയാണ്. ഹെബ്രി ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇവിടെ പോയിട്ട് ഇവിടെ എത്തിയിട്ടാണ് നമ്മളിനി കുന്താപ്പൂരിലേക്ക് പോകുന്നത്. ഇനി ഒരു 35-40 കിലോമീറ്റേഴ്സ് സഞ്ചരിച്ചാൽ നമ്മൾ കുന്താപ്പൂരിലെത്തും. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി ആവാറായി. നോക്കൂ, എൻ്റെ ഡ്രസ്സ് ഇവിടം വരെ ഞാൻ ബ്ലാക്ക് ഇട്ടുകൊണ്ട് വന്ന് മനഃപൂർവ്വമാണ് കേട്ടോ. ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു ഇതുവരെ. ആ ഒരു നനവോട് ഈർപ്പത്തോടു കൂടിയാണ് ഇറങ്ങുന്നത്. ഈ ഒരു ടെമ്പിളിൻ്റെ പ്രത്യേകതകൾ പലതാണ്. ഇത് നാച്ചുറൽ കേവാണ്. ഇതിനകത്ത് വെള്ളം കൺസിസ്റ്റൻ്റ്ലി ഇത്ര എന്തായാലും എപ്പോഴും ഉണ്ടാകും. ഒരുപാടങ്ങ് കൂടത്തുമില്ല, കുറയത്തുമില്ല. ഇതെപ്പോഴും കാണും. പിന്നെ നല്ലൊരു എക്കോ സിസ്റ്റം ഇതിനകത്തുണ്ട്. ദാറ്റ് ഈസ് നിറയെ മത്സ്യങ്ങളുണ്ടകത്ത്. നമുക്കൊരു മിസ്റ്റിക്, ഒരു എത്രിയൽ ഫീലാണ് ഇങ്ങനെ ഒരു സ്ഥലം. ഇങ്ങനെ വന്ന് കാട് കഴിഞ്ഞെല്ലാം വന്നിട്ടതേ ഇങ്ങനെ ഇതിനകത്തോട്ടാണല്ലോ നമ്മൾ പോണേ. ഗുഹ താഴെയാണ്, താഴേക്ക് പോകണം. ഇവിടെ എല്ലാം ടെറൈൻ എന്ന് പറഞ്ഞാൽ ആ പാറയെല്ലാം കഴിഞ്ഞ് വന്നാൽ കാട് കഴിഞ്ഞാൽ വെട്ടുകല്ലിൻ്റെ അങ്ങനത്തെ ടെക്സ്ചറാണ് ഈ തറഭാഗം. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിവിടെ മുറിച്ച് കഴിഞ്ഞാൽ വെട്ടുകല്ലാണ് ഉണ്ടാവുന്നത്. അതിൽ നിന്ന് മുറിച്ചെടുക്കാൻ പറ്റും. വിശ്വാസികൾക്കാണെങ്കിലും ടൂറിസ്റ്റ് ട്രാവലേഴ്സിനാണെങ്കിലും ഒരു സ്പിരിച്വൽ സൊളേസ് കിട്ടുന്നൊരു സ്ഥലമാണ്. ഒരു ട്രാങ്ക്വിലിറ്റി ഓഫ് മൈൻഡ്, ഒരു സമാധാനം, സന്തോഷം, പോസിറ്റിവിറ്റി എല്ലാം കിട്ടും ഇവിടെ വന്നാൽ. പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഭക്തി കൊണ്ട് മാത്രം വരുന്നവരുമുണ്ട്, അല്ലാതെ ഒരു എക്സ്പ്ലോറിങ് നേച്ചറുള്ളവരും വരുന്നുണ്ടാവും. ഇനി നമ്മൾ തിരിച്ച് പോകണം. കാർ ഇവിടെ തൊട്ട് മുകളിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ വന്ന വഴിയുണ്ടല്ലോ ആ ദുർഘടം പിടിച്ച പാതയിലൂടെ 7 മണി വരെ സണ്ണിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇവിടെയൊക്കെ 7 മണിക്കാണ് ഇപ്പോൾ സൺസെറ്റ്. ഇത് നാച്ചുറലായിട്ടാണ്, ആരും വെച്ചിരിക്കുന്നില്ല കേട്ടോ. നാച്ചുറൽ വെട്ടുകല്ലാണ് ഈ പാറക്കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇങ്ങനെ മുറിച്ചാൽ ഇത് ഇങ്ങനെ വരുന്നത് നാച്ചുറൽ ഫോർമേഷനാണ്. ഇതൊരു പാറ, ഇങ്ങനത്തെ പാറയാണ്. ദിസ് പ്ലേസ് ഇസ് നിയർ കേരാടി. നമ്മൾ മസാല ദോശയൊക്കെ കഴിക്കാൻ പോലെ അതിനടുത്ത് തന്നെയാണ് കേരാടി. ഉടുപ്പി ജില്ലയാണ്, ഉടുപ്പി ഡിസ്ട്രിക്റ്റ്. അപ്പോൾ നാച്ചുറൽ കേവ്, അകത്ത് നാച്ചുറൽ പോണ്ട്, സാങ്ക്ടോറിയം ഇൻസൈഡ് ദ കേവ്. വെള്ളത്തിൽ ഇങ്ങനെ ഹാഫ് സബ്മേർജ്ഡ് ആയിട്ട് നമ്മൾ നടന്നു പോകേണ്ട ഒരു സ്ഥലം. റോക്കി ടെറൈൻ, അങ്ങനെ എല്ലാം കൊണ്ടും പ്രകൃതി അനുഗ്രഹിച്ച ഒരു സ്ഥലം. ഇത് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്, ആ ഒരു സ്റ്റോറി, ഒരു പശുവിനെ മേയ്ക്കുന്ന ആൾ പശുവിനെ ചേസ് ചെയ്ത് വന്നപ്പോഴാണ് ഇത് കണ്ടെത്തിയതെന്ന് പറയുന്നു. സ്വയംഭൂ ശിവലിംഗം കേവിനകത്ത്. ആൻഡ് ശിവഭഗവാന്റെ പ്രസൻസ് ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇവിടെ തപസ് ചെയ്ത സ്ഥലമാണെന്ന് പറയുന്നു. എന്തോരം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. രാവിലെ തൊട്ടിങ്ങനെ വന്നു പോവുകയാണല്ലോ ട്രാവലർ വണ്ടികൾ, പ്രൈവറ്റ് കാറുകൾ, ടാക്സീസ്, പിന്നെ ബൈക്കിൽ വരുന്നവരുമുണ്ട്. മുടുകല്ലൂർ ശ്രീ കേശവാനന്ദേശ്വര ടെമ്പിളിൽ നിന്നാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത്. ആ കാടടയെ ചുറ്റും കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിരപ്പായൊരു സ്ഥലം. അത് ഇനി അങ്ങോട്ട് പോകുമ്പോഴും ഇടയ്ക്ക് നിരപ്പായ സ്ഥലം, പിന്നെ ഭയങ്കര കാട്. അപ്പോൾ ഈ ടെമ്പിളിന് വർഷത്തിലൊരിക്കലാണ് ഒരു വലിയ ഫെസ്റ്റിവലുണ്ട്, എള്ള് അമാവാസി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 10,000-15,000 ആൾക്കാർ ആ സമയത്ത് ഇവിടെ വരും എന്നാണ് പറയുന്നത്. എള്ള് അമാവാസി ഫെസ്റ്റിവൽ വൺസ് ഇൻ എ ഇയർ. അല്ലാത്തപ്പോഴും ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്, ഭക്തർ പ്രാർത്ഥിച്ചിട്ട് പോകാൻ. ഇനി ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ടും നമ്മൾ താഴോട്ട് പോയാൽ തിരിച്ചുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ ഒരു വിശാലമായ ഈ ഒരു സ്പേസിൽ വന്ന് നിന്നിട്ട്, ചുറ്റും കാടാണ് കേട്ടോ, ഇത്ര വിശാലമായി എന്നെ ഏതെങ്കിലും മൃഗങ്ങൾ കാണുന്നുണ്ടാവാം, ചുറ്റും അവർക്ക് കാണാമല്ലോ, നമുക്ക് കാണാൻ പറ്റില്ല. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഒരു നിരപ്പായ സ്ഥലം. അപ്പോൾ ഇത് കംപ്ലീറ്റ് വെട്ടുകല്ലിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഈ യാത്ര ഇനിയും തുടരുകയാണ്. നമ്മൾ നേരെ പോകുന്നത് കുന്താപുര. ഒരു 35 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടുന്ന്. ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കുമെന്ന് പറയുന്നു. റോഡൊന്നും അത്ര ക്ലിയർ അല്ലല്ലോ, വളഞ്ഞ് കിടക്കുന്ന റോഡിലൂടെ സഞ്ചരിക്കേണ്ടി വരും. സ്ട്രെയിറ്റ് റോഡല്ല, ഹൈവേയിലൂടെ അല്ല പോണത്.
ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. എന്തായാലും മനസ്സിന് ഭയങ്കര സന്തോഷം. കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുകയാണ് ഇവിടെ വരണം എന്ന്. അത് സാധിച്ചു കിട്ടി, ഭഗവാൻ സഹായിച്ചു. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം എന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് വരാനുള്ള ഭാഗ്യം ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. പറ്റുമ്പോൾ നിങ്ങളും വരിക. അങ്ങനെ നമ്മൾ നിയറിങ് കുന്താപുര. ദാറ്റ് ഈസ് ഇനി ഒരു 4 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഒരു റിവർ ക്രോസ് ചെയ്തു, രണ്ടാമത്തെ റിവർ ക്രോസ് ചെയ്യാൻ പോകുന്നു. ഇത് പഞ്ചഗംഗാവലി റിവറാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നല്ല ഭംഗിയുണ്ട്. അതായത് മൺട്രോ തുരുത്തൊക്കെ പോലെ അവിടെ ഇങ്ങനെ തുരുത്തുമൊക്കെ ആയിട്ട് വെരി നൈസ്. ഇഷ്ടംപോലെ ടൈൽ ഫാക്ടറി ഇതുപോലെയാണ് കാണുന്നത്, ചിമ്മിനിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഫൈനലി കുന്താപുര എത്തിക്കഴിഞ്ഞു. സിറ്റിയിൽ ഇതൊരു വലിയ സിറ്റിയാണ്. ഇത് തിരക്ക് പിടിച്ച നഗരത്തിലെത്തിക്കഴിഞ്ഞു. കുന്താപൂരിലെത്തി. ഇത്ര നേരം നമ്മൾ ചെറിയ ഗ്രാമപ്രദേശങ്ങളും ചെറിയ ടൗൺഷിപ്പുകളിലൂടെയാണ് കടന്നു വന്നത്. ഇപ്പോൾ കേപ്പ് ടെമ്പിളിൽ നിന്നും ഏതാണ്ടൊരു 35 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഇപ്പോൾ കുന്താപൂരിലെത്തിയത്. അപ്പോൾ ഇനി നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കണം താമസിക്കാനായിട്ട്. നാളെ ഫുൾ കുന്താപൂറാണ്, മറ്റന്നാളാണ് നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ കുറേ വിശേഷങ്ങൾ ഇവിടുത്തെ കാണാനുണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ